സഖാവിനൊപ്പം കണ്ണൂരിലായിരുന്നു നായനാരുണ്ടായിരുന്നത്. ആലപ്പുഴയിൽ വന്ന ഒരാളാണ് VS. രണ്ട് നാടിന്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പാർട്ടിയാണ്, ഒരു ആശയങ്ങളായിരുന്നു. അതെ. അല്ല, സഖാവ് ഇത് പിന്നെ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവ്, സ്റ്റേറ്റ് സെക്രട്ടറി അല്ലേ? ആ, സ്റ്റേറ്റ്. അങ്ങനെ എന്തെങ്കിലും ആവശ്യം അല്ല, വെറുതെ നമുക്ക് സാധാരണ ഇപ്പം സഖാക്കളോട് പറയുന്ന മാതിരി നമുക്ക് ഞാൻ അങ്ങനെ ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ എന്നും കണ്ടിട്ടുള്ളൂ. അങ്ങനെ പിന്നെ അതുകൊണ്ട് ഞാൻ അന്നും ഇന്നും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ മനസ്സിൽ സഖാവ് എന്നെ സ്ഥാനമുള്ളത്. വീട്ടിൽ വന്ന് താമസിക്കാറൊക്കെ ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല, സഖാവ് അങ്ങനെയില്ല. മറ്റുള്ള പഴയ സഖാക്കളെല്ലാം എത്രയോ കൃഷ്ണപിള്ളേനെ പോലെയുള്ള എത്രയോ സഖാക്കളെല്ലാം ഞാൻ കുട്ടിയായിരിക്കുമ്പം നമ്മളെ വീട്ടിലെ KPR ഗോപാലൻ എൻ്റെ അമ്മാവനല്ലേ. അപ്പോൾ ആ കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ വരാത്ത സഖാക്കളില്ല. പക്ഷെ അന്നും സഖാവ് VS ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. VS കുറച്ച് ഇതായതിനു ശേഷം ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, അടുത്ത കാലത്തൊന്നും ഞാൻ പോയിട്ടില്ല. പിന്നെ പ്രായം ചെന്ന സമയത്തും വളരെ സജീവമായി നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് VS. മുഖ്യമന്ത്രി പോലും ആയത്. അതെ അതെ, നല്ലൊരു വ്യക്തിയാണ്. അതാണ് എനിക്ക് ഒരു നല്ലൊരു വ്യക്തിൻ്റെ ഉടമയാണ് സഖാവ്. അനാവശ്യമായിട്ട് അധികം സംസാരിക്കില്ല. നമ്മളെ സഖാവാണെങ്കിൽ ഇതിങ്ങനെ തമാശകൾ കൂടുതൽ പറയും. പക്ഷേ VS അങ്ങനെ വെറുതെ ഒന്നും തമാശ പറയില്ല. പക്ഷേ എന്നോട് എപ്പോഴും നന്നായിട്ട് സംസാരിക്കും. ഞാൻ അത്രയല്ലേ എന്തെങ്കിലും ചോദിക്കുള്ളൂ. വളരെ ഞാൻ അന്നും ഇന്നും ഒരേപോലെ ബഹുമാനിക്കുന്ന ഒരു സഖാവാണെന്ന് സഖാവിനെ കൊണ്ട് എനിക്ക് പറയാനുള്ളൂ. ഒരു VSന്റെ സംസാര ശൈലിയൊക്കെ വളരെ പ്രശസ്തമായിരുന്നല്ലോ. രീതിയും അതുപോലെ തന്നെ സഖാവിന്റെ ആണെങ്കിലും അത് ആ സംസാര രീതിയാണ് എല്ലാവരും പറയുന്നത്. അതെ, അതൊക്കെ എങ്ങനെ ഓർത്തെടുക്കുന്നു? അല്ല, അത് സഖാവ് എന്നും ആരോട് സഖാവിൻ്റെ ആ രീതിയിലേ സംസാരിക്കുള്ളൂ. സഖാവ് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട്. സഖാവ് പിന്നെ ഇത് ഇപ്പം പിന്നെ ഇവരെ പത്രസമ്മേളനത്തിന് പോകുന്നുണ്ടെങ്കിൽ അന്നേരം ഇയാളൊരു വിളി വരുന്നുണ്ടാവും VSൻ്റെ. അപ്പോൾ VSുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചിട്ടാണ് അങ്ങനെ പല പ്രാവശ്യം ഞാൻ കേൾക്കുന്നതാണ്. ഇപ്പം ആവശ്യത്തിന് വിളിക്കുന്നത്, അല്ലാണ്ട് ഞാൻ വെറുതെ ഒന്നും. അദ്ദേഹം വലിയൊരു നേതാവാണ്, അതേ എനിക്ക് പറയാനുള്ളൂ. വലിയൊരു നേതാവാണ്. പിന്നെ ഞാൻ എന്നും ബഹുമാനിക്കുന്നൊരു സഖാവാണ്. ഞങ്ങൾ കുടുംബമായിട്ട് വളരെ സ്നേഹത്തിലാണ്. ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ എനിക്കിപ്പോൾ ഈ വയസ്സ് ഇപ്പം എനിക്ക് അങ്ങനെയൊന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയില്ല. അങ്ങനെയാണ്. അല്ല, നിങ്ങളോട് എന്തെങ്കിലും പിന്നെ പത്രക്കാരോട് വളരെ സൂക്ഷിച്ചിട്ടേ സംസാരിക്കാനും പാടുള്ളൂ. എന്തെങ്കിലും തെറ്റുപറ്റുണ്ടെന്ന് വെച്ചാൽ ഞാനൊന്നും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പം അധികം. നല്ല ഓർമ്മകൾ അതേ എനിക്ക് പറയാനുള്ളൂ അദ്ദേഹത്തിനെ പറ്റി. എല്ലാം നല്ല ഓർമ്മകളെ എനിക്ക് പറയാനുള്ളത്. ഞാൻ ആദ്യം ചോദിച്ചതും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ഞാൻ ആദ്യം പരിചയപ്പെടുന്നതും പിന്നെ അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഇയാളെ ആ ജീവിതം, ഒളിവ് ജീവിതം വന്നില്ലേ. അപ്പോൾ അത് വായിച്ചിട്ട് ഞാൻ വളരെ സങ്കടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞതും വന്ന് രാത്രി അവർ ഇങ്ങനെ ഒരു മുറി പോയി താമസിച്ചതും അതെല്ലാം വളരെ വളരെ അത്രയും കഷ്ടപ്പെട്ടിട്ട് അന്നത്തെ സഖാക്കൾ. നമ്മുടെ സഖാവെല്ലാം വലിയ തറവാട്ട് ജനിച്ചിട്ടും ആ തറവാട്ടിൽ താമസിക്കാനുള്ള ഇതുണ്ടായിട്ടില്ലല്ലോ. അത്രയും കാലം ഒളിവിലായിരുന്നു കാസർഗോഡ് ജില്ലയിൽ. കാസർഗോഡ് ജില്ലയിൽ സഖാവിനാണ് ഏറ്റവും പരിചയമുള്ള സ്ഥലം കാസർഗോഡാണ്. അങ്ങനെ അന്നത്തേക്ക് പാർട്ടി അങ്ങനെ ആയിരുന്നല്ലോ. ഇവരെല്ലാം പാർട്ടിയിൽ വളർന്നു വന്നത്, വളരെ ത്യാഗം സഹിച്ചിട്ട് വളർന്നു വന്നവരിൽ ഒരാളാണ് ഇപ്പം ഇന്ന് ഇദ്ദേഹം പോയത്. പിന്നെ പറയാനല്ല, അതെ, അയാൾ തന്നെ പ്രതിപക്ഷ നേതാവായി, മുഖ്യമന്ത്രിയായി ഇതായിട്ടുണ്ട്. അങ്ങനെ എല്ലാ നിലയിലും ഞാൻ പിന്നെ എല്ലാവരും കൂടെ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ ആവശ്യപ്പെടാറില്ല ആരോടായാലും തന്നെ. ഞാൻ എപ്പോഴും അന്വേഷിക്കും. അത് തന്നെ
ഒന്നാമത് പിറന്നാൾ ദിവസം ഞാനത് ആദ്യം വിളിക്കുക. അത് പറയാറുണ്ടോ? VS പറയാറുണ്ടോ? അതെ പറയാറുണ്ട്. ഞാനത്